Hello students, we have different definitions for limits. First is the direct definition using epsilon delta relationships, and second one we have the neighborhood criteria of limits. Third we are going to see the sequential criteria of limits. നമ്മൾ കാണുന്നത് sequential criteria of limits ആണ് കാണുക. This is called the sequential criteria of limits. അപ്പോൾ കാണുന്നതാണ് sequential criteria of limits എന്ന് പറയുന്നത്. Let f from a to r and c be a cluster point of a, then the following are equivalent. 1. Limit extends to c f equal to L. 2. For every sequence xn in a that converges such that xn not equal to c for all n element of n, the sequence fxn converges to L. xn converges to c implies fxn converges to L. c ക്ക് അടുത്തുനിന്ന് സീക്വൻസ് xnലെ പോയിന്റ്സ് എടുക്കുമ്പോൾ എല്ലിൻ്റെ അടുത്ത് സീക്വൻസ് fxnലെ പോയിന്റ്സ് എടുക്കുക. xn c ആകില്ല എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളല്ലെങ്കിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന എപ്സിലോൺ ഡെൽറ്റ റിലേഷൻഷിപ്സ് ആണ്. എന്ന് പറഞ്ഞാൽ സിക്ക് അടുത്തുനിന്ന് ഡെൽറ്റ ഡിസ്റ്റൻസിൽ പോയിന്റ് എടുക്കുമ്പോൾ എല്ലിനടുത്ത് എഫ്എക്സുകൾ എപ്സിലോൺ ഡിസ്റ്റൻസിൽ കിടക്കും. അപ്പോൾ സിക്ക് അടുത്തുനിന്ന് പോയിന്റ്സ് സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഡിസ്റ്റൻസ് കുറവാണ്. സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന എക്സൻ എടുക്കുമ്പോൾ എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്ന എഫ്എക്സൻ കിട്ടണം. എഫ്എക്സൻ എക്സൻ എഫ്എക്സൻ ഒക്കെ സീക്വൻസിലെ പോയിന്റ്സ് ആണ്. സീക്വൻസിലെ പോയിന്റ്സ് ആകുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയാം. മറ്റതുപോലെ അല്ല, നെയ്ബർഹുഡിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ് എടുക്കുന്നത് പോലെ അല്ല സീക്വൻസിലെ പോയിന്റ്സ് എടുക്കുന്നത് നിങ്ങൾക്കറിയാം. x1 x2 x3. പക്ഷെ എക്ക് കൺവേർജസ് ടു സി, xn കൺവേർജസ് ടു സി, സിക്ക് അടുത്താകുമ്പോൾ പോയിന്റ്സ് കൂടി ആയിരിക്കും കിടക്കുക. അതുപോലെ തന്നെ എല്ലിന് അടുത്താകുമ്പോൾ fxnന്റെ പോയിന്റ്സും കൂടി ആയിരിക്കും കിടക്കുക. ദിസ് ഇസ് കോൾഡ് ദ സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ ലിമിറ്റ്സ്. സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ ലിമിറ്റ്സ്. നെയ്ബർഹുഡ് എടുക്കുന്നതിന് പകരം സിയുടെ നെയ്ബർഹുഡ് എടുക്കുന്നതിന് പകരം സിയിലേക്ക് കൺവേർജ് ചെയ്യുന്ന സീക്വൻസ് എടുക്കും. എല്ലിന്റെ നെയ്ബർഹുഡിൽ എഫ്എക്സുകൾ കിടക്കും എന്ന് പറയുന്നതിന് പകരം എല്ലിന്റെ നെയ്ബർഹുഡിലുള്ള എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്ന എഫ്എക്സനുകൾ ഉണ്ടാവും എന്ന് പറയുന്നു. ഇതാണ് സീക്വൻഷ്യൽ ക്രൈറ്റീരിയൻ ഫോർ ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഈക്വലന്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ പാർട്ട് 1 ഇംപ്ലൈസ് 2, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 1 അസ്യൂം ചെയ്യും. അസ്യൂം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി, അസ്യൂം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. Then we have to prove that for every sequence xn in a that converges to a. അപ്പോൾ അതും നമ്മുടെ അസംഷന്റെ പാർട്ടാണ്. ഇപ്പോൾ സീക്വൻസ് xn converges to a, converges to c, xn in a, xn element of a. പിന്നെയും ചില കണ്ടീഷൻസ് ഉണ്ട്. xn not equal to c for all n element of c ആകുന്നില്ല for all n element of n. അപ്പൊ ഇത്രയും തന്നെ നമുക്ക് എന്നാ പ്രൂവ് ചെയ്യേണ്ട? സീക്വൻസ് fxn converges to l എന്ന് പ്രൂവ് ചെയ്യണം. എന്നാൽ നമ്മുടെ അസംഷൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് എക്സ് ഈക്വൽ ടു എൽ എന്നാണ്. ഈ അസംഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? given epsilon greater than 0, given epsilon greater than 0, there exists delta greater than 0 such that modulus of x minus c less than delta implies modulus of fx minus l less than epsilon. അതാണ് ലിമിറ്റ് എഫ് എൽ ആണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഇവിടെ നമുക്കൊരു കാര്യമുണ്ട്, എക്സ് സിയും ഈക്വൽ അല്ല, എക്സ് നോട്ട് ഈക്വൽ ടു സി, എക്സ് എല്ലാം എയില് പോയിന്റുമാണ്. അപ്പൊ ഇതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതിൽ നിന്ന് എഫ് എക്സ് എൻ എല്ലിലേക്ക് ടെൻഡ് ചെയ്യുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ എക്സ് എൻ ടെൻസ് ടു സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ അർത്ഥം എന്നാ?
xn tends to c. അത് സീക്വൻസിന്റെ കൺവേർജൻസ്. സീക്വൻസിന്റെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച സീക്വൻസിന്റെ കൺവേർജൻസ്. ഒരു സീക്വൻസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന ആഫ്റ്റർ എ സർട്ടൺ സ്റ്റേജ് all the terms are near to c. That is xn tends to c. There exists a k such that for all n greater than or equal to k, the difference between xn and c, xn minus c modulus less than say delta for all n greater than or equal to k. ഇനി അത് എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കറസ്പോണ്ടിങ് ടു ഡെൽറ്റ എപ്സിലോൺ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. there exists a delta epsilon and k epsilon. k epsilon അല്ല k delta epsilon. given epsilon greater than 0, xn minus c less than delta epsilon and this is satisfied for all n greater than or equal to k delta ആണ് k delta epsilon എന്ന് പറയാം. then മുമ്പിലത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ അത് എക്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ കുറച്ച് എക്സും സിയും തമ്മിൽ സി മോഡുലസ് ഓഫ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ. ഇത് സി പ്ലസ് ഡെൽറ്റ സി മൈനസ് ഈ വിട്ട് ഡെൽറ്റ. ഇനി എന്നാ സംഭവിച്ചേ? മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുഴുവനും ഇല്ല, ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ചാ. ലെസ് ദാൻ ഡെൽറ്റ തന്നെയാണ്, ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ചാണ്. മോഡുലസ് ഓഫ് എക്സ് എൻ ടെൻസ് ടു സി ആയതുകൊണ്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ സീക്വൻസിന്റെ ടേംസ് ഈ വിട്ടിൽ ഇവിടെ പറഞ്ഞ വിട്ടിൽ തന്നെ, അതായത് ഞാൻ ഡെൽറ്റ എപ്സിലോൺ എന്ന് തന്നെ എഴുതാൻ കാര്യം. ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 അന്നേരം കിട്ടിയ ഡെൽറ്റ എപ്സിലോൺ വിട്ടാണ് എക്സ് എൻ ടെൻസ് ടു സി. ടെൻസ് ടു സി ആണെങ്കിൽ സിക്ക് ചുറ്റുമുള്ള ഏത് ഇന്റർവൽ എടുത്താലും ഇത് സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമ്മൾ ഈ ഡെൽറ്റ എപ്സിലോൺ ഇവിടെ പറഞ്ഞ ഡെൽറ്റ എപ്സിലോൺ വിട്ടുള്ള ഇന്റർവൽ ആണ് എടുക്കുക. അപ്പോൾ കെ കഴിഞ്ഞാൽ ഈ ഡെൽറ്റ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്റ്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. kth ടൈം കഴിഞ്ഞാൽ മുഴുവൻ ടൈംസ് ഈ ഇന്റർവെല്ലാണ്. അപ്പൊ ആ ടൈംസ് മറ്റേതുപോലെ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ പറഞ്ഞ പോലെ ഇവിടുത്തെ എല്ലാം വരണമെന്നില്ല. അത് സീക്വൻസിന്റെ ടൈംസ് ആണ്. പക്ഷെ സിക്ക് അടുത്ത ഇവിടെ വരുമ്പോൾ കൂടി കിടക്കും, അങ്ങേറ്റത്തൊക്കെ മുഴുവനും വരണമെന്നില്ല. എന്നാലും അത് അതിനകത്തുള്ളതാണെങ്കിൽ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ എന്നുള്ള ഈ കണ്ടീഷൻ ഇവരും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇംപ്ലൈസ് ഇത് വഴി ഇതിനെ 1 എന്ന് വിളിച്ചു ബൈ 1 ഇതുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ എല്ലാ പോയിന്റ്സും എടുക്കുന്നില്ല, കുറച്ച് പോയിന്റ്സ് ഇതിന്റെ അകത്ത് തന്നെയുള്ള കുറെ എക്സുകളാണ് ഈ എക്സനുകളായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ അകത്ത് ഈ കാണുന്ന ഇന്റർവെല്ലിൽ. അപ്പൊ എന്ത് പറയാൻ പറ്റും? ആ ഇന്റർവെല്ലിലെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് മൈനസ് സി ലെസ് ദാൻ ഡെൽറ്റ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിവിടെ സാറ്റിസ്ഫൈഡ് ആണ് മോഡുലസ് ഓഫ് അതേ എക്സുകൾക്ക്. അപ്പൊ എല്ലാ എക്സും ഇല്ല, എഫ് എക്സ് എന്നുകളേ ഉള്ളൂ. ഈ നമ്മൾ കുത്തിയിട്ടേക്കുന്ന പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. മോഡ് എഫ് എക്സ് എൻ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. എവിടെയാ? ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് മാത്രം എഴുതിയാൽ മതി, കെ ഡെൽറ്റ ഓഫ് എപ്സിലോൺ. അപ്പൊ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എഫ് എക്സ് എന്നിന്റെ നമുക്ക് ഈ സീക്വൻസ് ഫോം ചെയ്യാം. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സീക്വൻസ് എഫ് എക്സ് എന്നിന്റെ ടേംസ് എല്ലുമായിട്ട് ഡിസ്റ്റൻസ് കുറവാണ് എന്നാ പറഞ്ഞ് സീക്വൻസ് എഫ് എക്സ് എൻ ടെൻസ് ടു എൽ. ആഫ്റ്റർ എ സർട്ടൺ സ്റ്റേജ് ദ ടേംസ് ഓഫ് എഫ് എക്സ് എനും എല്ലും തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിൽ താഴെയാണ്. ഇവിടെ epsilon greater than 0. മോഡ് എഫ് എക്സ് എൻ സീക്വൻസ് എഫ് എക്സ് എൻ ടെൻസ് ടു എൽ എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ അങ്ങനെ ആദ്യത്തെ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. 1 implies 2. സിമിലർലി വി ക്യാൻ പ്രൂവ് 2 നമ്മൾ 2 implies 1 പ്രൂവ് ചെയ്യാൻ പോവാണ്. 2 implies 1 ൽ നമ്മുടെ അസംഷൻ 2 ആണ്. 2 വലുതായതുകൊണ്ട് അസ്യൂം 2 എന്ന് ഞാൻ എഴുതുന്നു. എന്ന് പറഞ്ഞാൽ സീക്വൻസ് എക്സ് എൻ സിയിലേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ സീക്വൻസ് എഫ് എക്സ് എൻ സീക്വൻസ് ഡെഫിനിഷൻ ആണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാലത്തെ ടേംസ് അത് ഓർക്കാം. സീക്വൻസ് എഫ് എക്സ് എൻ എല്ലിലേക്ക് കൺവേർജ് ചെയ്യും. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട തന്നെ 1 പ്രൂവ് ചെയ്യണം. ബട്ട് യു അസ്യൂം ദാറ്റ് 1 ഡസ് നോട്ട് ഹോൾ. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ് 1 പ്രൂവ് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഈക്വൽ ടു എൽ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് എൽ അല്ല എന്ന് വിചാരിക്കും. അത് നിങ്ങൾക്കറിയാം. നമ്മൾ ഗ്രാഫിക്കലായിട്ട് ആലോചിച്ചാൽ സി ഇവിടെയാണ്, ഗ്രാഫ് എവിടെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ലിമിറ്റ് ഒരു പോയിന്റിൽ മറ്റേ പർട്ടിക്കുലർ പോയിന്റ് സി ലിമിറ്റ് ഈക്വൽ ടു എൽ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇതിന് ചുറ്റും ഒരു ഇന്റർവൽ എടുക്കും, എപ്സിലോൺ വെഡ്ത്ത് ഉള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് ചുറ്റും ഒരു ഡെൽറ്റ വെഡ്ത്ത് ഉള്ള ഇന്റർവൽ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ദ ഇമേജ് ഓഫ് എവറി പോയിന്റ് ഇൻ ദിസ് വി ഡെൽറ്റ ഓഫ് സിയിലെ പോയിന്റ്സിന്റെ എല്ലാം ഇമേജ് എന്ന് പറഞ്ഞാൽ ആ എഫ് എക്സുകളെല്ലാം എവിടെയാ? വി ഡെൽറ്റ ഓഫ് എപ്സിലോണിൽ അല്ല, വി എപ്സിലോൺ ഓഫ്
വി എപ്സിലോൺ ഓഫ് എൽ, എല്ലിലേക്ക് ലിമിറ്റ് പോകുമെന്ന് പറയാം. അപ്പൊ ഇവിടുന്ന് പോയിന്റ്സിന്റെ ഇമേജ് എടുത്താൽ ഇവിടെ കിടക്കുന്നത് പോലെ നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ്, ലിമിറ്റ് ഉണ്ടെങ്കിൽ. അപ്പൊ ലിമിറ്റ് ഇല്ലെന്നാണ് നമ്മൾ പറയുന്നത്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, എൽ അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ, there exists a neighborhood, എല്ലാ എപ്സിലോൺ ഗിവൺ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഉണ്ടായിരുന്നായിരുന്നു പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഇല്ല. there exists a neighborhood വി എപ്സിലോൺ എൽ, എല്ലാ നെയ്ബർഹുഡിനും സാറ്റിസ്ഫൈഡ് ആണെന്നായിരുന്നു പറഞ്ഞു. എന്തായിരുന്നു സാറ്റിസ്ഫൈഡ് ആയ? ഒരു വി എപ്സിലോൺ എൽ എടുത്താൽ ഒരു വി ഡെൽറ്റ എൽ കണ്ടുപിടിക്കാൻ പറ്റും, വി ഡെൽറ്റ സി കണ്ടുപിടിക്കാൻ പറ്റും. വി ഡെൽറ്റ സിയിലെ പോയിന്റ്സിന്റെ ഒക്കെ ഇമേജ് വി എപ്സിലോൺ എല്ലിൽ കിടക്കുന്നത്. ഇപ്പോ ലിമിറ്റ് എൽ അല്ല, അപ്പോ ഒരു എപ്സിലോൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് മറ്റേടത്ത് തന്നെ അറ്റ്ലീസ്റ്റ് വൺ ഡെൽറ്റ നെയ്ബർഹുഡ് കണ്ടുപിടിക്കും. ഇപ്പൊ ഒന്നുമില്ല ഒരു ഡെൽറ്റ നെയ്ബർഹുഡിലും. സച്ച് ദാറ്റ് നോ ഡെൽറ്റ നെയ്ബർഹുഡ് ഓഫ് സി, അല്ലെ നോ വി ഡെൽറ്റ ഓഫ് സി, അല്ലെ ഇഫ് വി ടേക്ക് for every v delta of c, every v delta of c there exists a point, ഇതിന്റെ ഇമേജ് ഇതിനകത്ത് വരരുത്. there exists a, ഈ ഇന്റർവെല്ലിൽ നിന്നുള്ള എല്ലാ പോയിന്റ്സിന്റെ ഇമേജ് ഇവിടെ വരണമെന്നായിരുന്നു ലിമിറ്റ് ഉണ്ടാകാനുള്ള കണ്ടീഷൻ. ഇപ്പൊ ലിമിറ്റ് ഇല്ലാതെ വന്നു എന്ന് പറഞ്ഞാല് ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് എടുക്കുമ്പോൾ ഡെൽറ്റ നെയ്ബർഹുഡ് ഒക്കെ കണ്ടുപിടിക്കാം, പക്ഷെ അതിലൊരു പോയിന്റിന്റെ ഇമേജ് എപ്സിലോൺ നെയ്ബർഹുഡ് ഓഫ് എല്ലിൽ വരികയില്ല. there exists a point, ആ പോയിന്റിനെ നമുക്ക് എന്നാ വിളിക്കാൻ പറ്റും? എക്സ് ഡെൽറ്റ ഓഫ് വി ഡെൽറ്റ ഓഫ് സി, സച്ച് ദാറ്റ് ദ ഇമേജ് അറ്റ് എക്സ് ഡെൽറ്റ എഫ് ഓഫ് എക്സ് ഡെൽറ്റ നോട്ട് ആൻ എലമെന്റ് ഓഫ് വി എപ്സിലോൺ ഓഫ് എൽ. അപ്പോ എല്ലിന്റെ ഒരു എപ്സിലോൺ നെയ്ബർഹുഡ് നമുക്ക് കിട്ടും, ഒരെണ്ണം മതി. സച്ച് ദാറ്റ് ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് പോലും ഈ ലിമിറ്റ് ഓഫ് എൽ ആകാനുള്ള കണ്ടീഷൻ, ഡെൽറ്റ നെയ്ബർഹുഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്നാ, ഏത് എപ്സിലോൺ തന്നാലും നമുക്ക് ഒരു ഡെൽറ്റ എങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഡെൽറ്റ നെയ്ബർഹുഡിലെ പോയിന്റ്സ് ഒക്കെ ഇമേജസ് വി എപ്സിലോണിൽ കിടക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒരെണ്ണവും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഏത് ഡെൽറ്റ നെയ്ബർഹുഡ് എടുത്താലും അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ഇമേജ് വി എപ്സിലോണിൽ ഇല്ലാതെ വരും. അതാണ് പ്രശ്നം. ഒരു ഡെൽറ്റ നെയ്ബർഹുഡ് പോലും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഫോർ ഈച്ച് വൈ ഡെൽറ്റ ഓഫ് സി there exists a point x delta element of v delta of c such that its image not an element of v epsilon l. ഇനി നമ്മൾ ഈ ഡെൽറ്റ ഒരു പ്രത്യേക നമ്പർ ആയിട്ട് സെലക്ട് ചെയ്യുക. ഡെൽറ്റ ചെറിയ ചെറിയ നമ്പേഴ്സ് ആണല്ലോ നമുക്ക് വേണ്ടത്. ഡെൽറ്റ ഈക്വൽ ടു 1/n, ചെറിയ നമ്പർ ആയിക്കോളൂല്ലോ. ആദ്യം തന്നെ 1/1 പിന്നെ 1/2 അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പോഴും ശരിയാ, ഒരു വി ഡെൽറ്റ സിയിലും ഇതില്ലെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോഴും എന്താ, there exists ഡെൽറ്റ ഈക്വൽ ടു 1/n കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന പോയിന്റ് ഞാൻ xn എന്ന് വിളിക്കുക. xn എലമെന്റ് ഓഫ് വി എക്സ് ഡെൽറ്റ പോലെ xn element of v 1/n of c such that f of xn not an element of fxn not an element of v epsilon of l. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വി എപ്സിലോൺ എൽ ഇല്ലാത്തതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? xn v 1/n of സിയിലാണ്. സിയുടെ 1/n c, this is c, സിയുടെ 1/n വിട്ടുള്ള നെയ്ബർഹുഡിലാണ് xn. 1/n എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും പോകത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ, xn tends to c എന്നാണ്. xn സിക്ക് അടുത്താണ് v 1/n. 1/n tends to 0. 1/n tends to 0. ഇവിടെ വരാവുന്ന c പ്ലസ് 1/n, ഇവിടെ വരാവുന്ന c മൈനസ് 1/n. 1/n എന്ന് പറഞ്ഞാൽ 0യിലേക്ക് പോവുക. അതിനർത്ഥം എന്നാ, ഈ xn എവിടെയാ? xn സിയിലേക്ക് പോവുക. പക്ഷെ എന്നാ സംഭവിച്ചേ? fxn എല്ലിലേക്ക് പോകുന്നില്ല. fxnന്റെ വാല്യൂ വി എപ്സിലോൺ എൽ അല്ലാതെ ഒരിടത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിനർത്ഥം fxn എന്ന് പറയുന്ന സീക്വൻസ് ഡസ് നോട്ട് ടെൻഡ് ടു എൽ. അതല്ലല്ലോ നമ്മുടെ അസംഷൻ 2 ആയിരുന്നു, ഇത് ഉണ്ടെന്നായിരുന്നു നമ്മുടെ അസംഷൻ. whenever xn tends to c fxn tends to l എന്നായിരുന്നു നമ്മളുടെ അസംഷൻ. ഇപ്പൊ xn tends to c ആകുകയും v 1/n c എന്ന് xn എടുത്തത് എന്ന് പറഞ്ഞാൽ സിക്ക് തൊട്ടടുത്ത v 1/n നെയ്ബർഹുഡ് ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോ അതിന്റെ അർത്ഥം അതിന്റെ അകത്തെ xn എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം xn tends, അവിടെ നിന്ന് എടുത്ത xn tends to c എന്നാ. xn tends to c എന്നാ. അപ്പൊ fxn v എപ്സിലോൺ എല്ലില് ഉണ്ടെങ്കിലേ നമുക്ക് fxn tends to l എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഏതോ fxn ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുമ്പോൾ ചില fxn v എപ്സിലോൺ എല്ലിൽ തന്നെ ഇല്ല. fxn എല്ലിനടുത്തല്ല. fxn does not tends to l. xn tends to c യും fxn does not tends to l എന്നും നമുക്ക് പറയേണ്ടി വന്നു. അതെന്തുകൊണ്ടാ? നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ടാ. ലിമിറ്റ് x tends to c f not equal to l 2 അസ്യൂം ചെയ്തിട്ട് ലിമിറ്റ്
എൽ അല്ല, ഫംഗ്ഷന്റെ ലിമിറ്റ് എൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ എപ്സിലോൺ ഡെൽറ്റ നെയ്ബർഹുഡ് വെച്ച് എഴുതേണ്ടി വന്നു. അപ്പോൾ ഫംഗ്ഷന്റെ ലിമിറ്റ് ഈ പറഞ്ഞത് തെറ്റാണ്. ഫംഗ്ഷന്റെ ലിമിറ്റ് എൽ ആണ്. 2  implies 1 എന്ന് നമ്മൾ